ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ടെക്സ്റ്റൈൽസ്, തുകൽ, ആഭരണ, കാർഷിക മേഖലകൾക്ക് ഏറെ പ്രയോജനകരമെന്ന് നിരീക്ഷണം. 12% തീരുവ ഭാരമാണ് വസ്ത്ര കയറ്റുമതി മേഖലയ്ക്ക് ഒഴിഞ്ഞു കിട്ടുന്നത്. രാസവസ്തു കയറ്റുമതിയിൽ പ്രതീക്ഷിക്കുന്നത് 40% വരെ വർധന. ടെക് ഇലക്ട്രോണിക്സ് രംഗം ഇരട്ടാക്ക വളർച്ച പ്രതീക്ഷിക്കുന്നു. മരുന്ന് കമ്പനികളും UK വിപണിയിൽ കാലുറപ്പിക്കും. കാർഷിക വിഭവ കയറ്റുമതിയിൽ 3 വർഷം കൊണ്ട് 20% പ്രതീക്ഷിക്കുന്ന വളർച്ച. IT പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസം. ബ്രിട്ടനിൽ നിന്നുള്ള ആഡംബര കാറുകൾ, മദ്യം, മെഡിക്കൽ ഉപകരണങ്ങൾ, ചോക്ലേറ്റുകൾ തുടങ്ങിയവയ്ക്ക് വില കുറയും. ചൈനയിൽ നിന്ന് റെയർ എർത്ത് മാഗ്നറ്റ് കിട്ടാതായതോടെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന നിർമ്മാണം സ്തംഭനത്തിലേക്ക്. ബജാജ് ഓട്ടോയുടെ EV നിർമ്മാണം അടുത്ത മാസം പൂർണ്ണമായും നിലയ്ക്കുമെന്ന് MD രാജീവ് ബജാജ്. മറ്റു നിർമ്മാതാക്കളും കടുത്ത പ്രതിസന്ധിയിൽ. ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം നീളും. ഓഹരി വിപണിയിൽ 15 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപകരായ LIC നിക്ഷേപ ഘടനയിൽ മാറ്റം വരുത്തി. ആകെ 277 കമ്പനികളിൽ നിക്ഷേപം. 81 കമ്പനികളിലെ നിക്ഷേപ അനുപാതം മാറ്റി. പ്രതിരോധ, ടെക്നോളജി, ധനകാര്യ സേവന രംഗങ്ങളിലെ കമ്പനികൾക്ക് കൂടുതൽ പരിഗണന. വേദാന്ത, സുസ്ലോൺ എനർജി തുടങ്ങിയവയിൽ നിക്ഷേപം കുറച്ചു. സ്വകാര്യ ആശുപത്രികൾ രോഗികളെ പണമൂറ്റാനുള്ള ATM മെഷീനും പരീക്ഷണത്തിനുള്ള ഗിനിപ്പന്നിയുമായിട്ടാണ് കാണുന്നതെന്ന് അലഹബാദ് ഹൈക്കോടതി. മതിയായ സൗകര്യങ്ങളോ പരിചയസമ്പന്നരായ ഡോക്ടർമാരോ ഉണ്ടാവില്ല. പിഴിച്ചിലിന് ഒരു കുറവുമില്ല. ചികിത്സയിൽ അലംഭാവം കാട്ടിയെന്ന ക്രിമിനൽ കേസിലാണ് ജസ്റ്റിസ് പ്രശാന്ത് കുമാറിന്റെ നിരീക്ഷണം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.